രോഗിക്ക് ചികിത്സ നൽകാൻ ചെന്ന ഡോക്ടർമാർക്കും നഴ്സുമാർക്കും തന്നെ വിഷം ബാധിച്ചു. ശരീരം തന്നെ വിഷമായി മാറിയ ടോക്സിക് ലേഡിയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റോറി വിത്ത് ശ്രീ. 1994 ഫെബ്രുവരി 19 അമേരിക്കയിലെ റിവേഴ്സൈഡ് ജനറൽ ഹോസ്പിറ്റൽ. 31 വയസ്സുകാരി ഗ്ലോറിയ റമറിസ് സെർവിക്കൽ ക്യാൻസർ ബാധിച്ച് ഗുരുതരാവസ്ഥയിലെത്തി. ചികിത്സ തുടങ്ങുമ്പോൾ ഡോക്ടർമാർ ശ്രദ്ധിച്ചു. അവളുടെ ചർമ്മത്തിൽ എണ്ണ പോലൊരു പ്രകാശമുള്ള പാളി, വായിൽ നിന്ന് ശക്തമായ രാസവാസന. രക്തസാമ്പിൾ എടുത്തപ്പോൾ അതിനുള്ളിൽ തന്നെ വിചിത്രമായ ക്രിസ്റ്റൽ കണങ്ങൾ കണ്ടു. അതേസമയം സാമ്പിൾ കൈകാര്യം ചെയ്ത ഡോക്ടർമാരും നഴ്സുമാരും തലചുറ്റി വീഴാൻ തുടങ്ങി. ആകെ 23 മെഡിക്കൽ സ്റ്റാഫ് രോഗികളായി. ആശുപത്രി ഭാഗികമായി ഒഴിപ്പിക്കേണ്ടി വന്നു. ഗ്ലോറിയ റമറിസ് കുറച്ച് മണിക്കൂറുകൾക്കകം മരിച്ചു. പിന്നീട് അന്വേഷണം നടത്തിയപ്പോൾ കണ്ടെത്തിയത് അവൾ വേദന കുറയ്ക്കാൻ വീട്ടിൽ തന്നെ ഉപയോഗിച്ചിരുന്ന ഡൈമീഥൈൽ സൾഫോക്സൈഡ് ശരീരത്തിൽ നടന്ന രാസപ്രവർത്തനങ്ങൾ മൂലം ഡൈമീഥൈൽ സൾഫേറ്റായി മാറി. അതൊരു മാരക വിഷവാതകമായതിന് അടുത്തിരുന്നവർക്കും വിഷലക്ഷണങ്ങളുണ്ടായി. ഇന്നും ഈ കേസ് പൂർണ്ണമായി വിശദീകരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ലോകം അവരെ ഓർക്കുന്നത് ടോക്സിക് ലേഡി, ശരീരം തന്നെ വിഷമായി മാറിയ സ്ത്രീ എന്ന പേരിലാണ്.